ഏതാണ്ട് 10-50 വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ പൊതുരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മനുഷ്യനെ എന്തെല്ലാം സംഗതികൾ ഉപയോഗിച്ച് ആക്ഷേപിക്കാമോ, ആരെയെല്ലാം ഉപയോഗിച്ച് ആക്ഷേപിക്കാമോ അതിന് മുഴുവൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ശേഷം എല്ലാ ചാനലുകളും കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്നലെ. നമ്മൾ സാറിന് പറയുമല്ലോ, മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് എന്ന് പറയുന്നത് പോലെ സർവമാന ആളുകളും രംഗത്തെത്തി. നേരിട്ടറിയാവുന്നവർ ഒഴികെ കണ്ടവരും കേട്ടവരും പറഞ്ഞവരും അടക്കമുള്ളവർ രംഗത്തെത്തി വളരെ സന്തോഷപൂർവ്വം ആഘോഷിച്ചൊരു സംഗതിയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ്റെ ഒരർത്ഥത്തിൽ പ്രതീകാത്മകമായി പറഞ്ഞാൽ ഒരു ശവദാഹം. അവിടെ ഒരാളിനെ പിന്തുണച്ചിരുന്നതിൽ മാത്രം നിന്നിരുന്നെങ്കിൽ അതിന് പിന്നെയും ഒരു രസമുണ്ടായിരുന്നു. ആ പിന്തുണയേക്കാൾ കൂടുതൽ അപമാനവർഷങ്ങളുടെ ഘോഷയാത്രയാണ് കോൺഗ്രസ് ലേബലുകളിലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് പോലും, പേജുകളിൽ നിന്ന് പോലും, പ്രൊഫൈലുകളിൽ നിന്ന് പോലും ഇങ്ങനെ വല്ലാണ്ട് പ്രവഹിച്ചുകൊണ്ടിരുന്നത്. എന്തിന്? ഏതാണ്ടൊരു അവാർഡ് കിട്ടാത്തതിന് പുക്കാസയിൽ നിന്ന് പിണങ്ങി മറുവശത്ത് ചെന്നിരുന്ന് യാതൊരു നീതിയുമില്ലാതെ സ്വന്തം കുശുമ്പും അസൂയയും പറഞ്ഞു തീർക്കുന്ന എം.എൻ. കാരശ്ശേരി എന്ന് പറയുന്ന എന്തോ ആണെന്ന് എല്ലാവരും കൂടി ഊതി വീർപ്പിച്ച് നിർത്തിയിരിക്കുന്ന പുള്ളിക്കാരൻ മുതൽ ഇങ്ങോട്ടുള്ളവർ, സാഹിത്യകാരന്മാർ, സാമൂഹിക വല്ലരികളിൽ ഊഞ്ഞാലാടുന്നവർ അടക്കമുള്ളവർ, അവരിൽ കുറേ പേരൊക്കെ വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെ, മിടുക്കനായ കോൺഗ്രസ് നേതാവിനെ, ജനകീയനായ കോൺഗ്രസ് നേതാവിനെ, വളരെ ഷാർപ്പായ അഭിപ്രായമുള്ള നിലപാടുള്ള കോൺഗ്രസ് നേതാവിനെ പുകഴ്ത്തുന്നതിലാണ് കേന്ദ്രീകരിച്ചതെങ്കിൽ ഈ കാരശ്ശേരിയെപ്പോലെയുള്ള കരിന്തിരി എരിയുന്ന കരിന്തേളുകൾ വരെ രംഗത്തെത്തി തെറി പറഞ്ഞത് കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെയാണ്. കാരശ്ശേരി ഒന്നും പറയുന്നതിൽ അങ്ങനെ പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വിശ്വാസത്തെയും മതത്തെയും അടക്കം എല്ലാം പറഞ്ഞ് പരിശീലിച്ച, സ്വന്തം തുട തന്നെ കടിച്ചു തിന്നുന്ന, വലിയ ജ്ഞാനികളിൽ ജ്ഞാനിയാണെന്ന് വിചാരിക്കുന്ന പുള്ളികളുടെയൊക്കെ ഒരു വാഗ്ധോരണികളുടെ ഒരു വിഷം പുരട്ടിയ ഭാവവും ഒരു അശ്ലീല ഭാവവും ഒരു അഴുക്കൻ പ്രയോഗവുമൊക്കെ കേരളം കേട്ടത് ഈ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നതിലാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പൊട്ടിത്തെറിക്കുന്ന കെ.സി. വേണുഗോപാലിനെയും ക്ഷുഭിതനായി, ദുഃഖിതനായി, തളർന്ന് തലകുനിച്ച് താൻ തോറ്റിരിക്കുന്നു എന്ന പേരിൽ രംഗത്തിറങ്ങുന്ന കെ.സിയെയും, അല്ലെങ്കിൽ മുനവെച്ചും അല്ലാതെയും കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വി ഡി സതീശനെയും കുറ്റം പറയുന്ന കെ.സി. വേണുഗോപാലിനെയും ഒക്കെയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അതായിരുന്നില്ല കെ.സി. വേണുഗോപാൽ എന്ന് അടുത്തറിയാവുന്നവർക്കറിയാമെങ്കിലും അതെല്ലാവരും അറിഞ്ഞത് കഴിഞ്ഞ ദിവസം കൂടിയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ടി എന്തേ ആരും രംഗത്തിറങ്ങി ബഹളം വെക്കാത്തത്, ഒരുത്തനുമില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഒരുപാട് പേർ നിശബ്ദത പാലിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അത്തരമൊരു സംഗതിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് എല്ലാ DCC ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡൻ്റുമാരിൽ ഒരു മഹാഭൂരിപക്ഷം പേരും ഇറങ്ങി ജാഥയും കട്ടൗട്ടറുകളും പോസ്റ്റുകളും ബഹളങ്ങളും എല്ലാം നടത്തിയേനെ. അത് നടത്താൻ ഇറങ്ങാതിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അങ്ങനെ ഇറങ്ങിയാൽ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഹൈക്കമാൻഡ് എന്ന രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അവരെ അടക്കമുള്ളവരെ എന്തെങ്കിലും പറയുന്നത് അദ്ദേഹം ക്ഷമിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. എന്നാൽ മറുതലയ്ക്കൽ പറഞ്ഞ ചീത്തയ്ക്ക് കയ്യും കണക്കുമില്ല. പുള്ളിയെ മാത്രമല്ല, പുള്ളിയുടെ ഭാര്യയെ, മകളെ, അതുപോലെയുള്ള ചിത്രങ്ങളുടെ താഴെ ഒക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ പെട്ടി തൂക്കിയായി, കെട്ടിയിറക്കുന്നവനായി, നൂലിൽ കെട്ടിയിറക്കുന്നവനായി. ആരെയാ പറയുന്നത്? നേർക്ക് നേരെ നിന്ന് സ്വന്തം അടിയാധാരം വരെ പരിശോധിക്കുന്ന, അണ്ടർവെയർ വരെ പരിശോധിക്കുന്ന ഒരു സംവിധാനമുള്ളതിൻ്റെ നടുവിലിരുന്ന് ഒരു രാജ്യത്തെ, ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നവനെയാണ് അതുപോലെ പിച്ചു ചീന്തിയത്. അതിന് ഇന്നലെ നൽകിയ മറുപടികളുണ്ടല്ലോ, അത് വളരെ മനോഹരമായി. ഇത് ഏതെങ്കിലും ഒരാളിൻ്റെ പക്ഷത്ത് നിന്ന് പറയുന്നതല്ല. കോൺഗ്രസ്സിലെ നേതാക്കൾ, വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും കെ.സി. വേണുഗോപാലായാലും അവരൊക്കെയും ഈ പറയുന്ന കരുത്തും കാമ്പും കഴിവുമുള്ള നേതാക്കളാണ് എന്ന് വിശ്വസിക്കുന്നതിലാവണമല്ലോ ആ പാർട്ടിയിലും ആ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്നവർ ശ്രമിക്കേണ്ടത്. പക്ഷേ അങ്ങനെ അല്ലാത്ത വിധം ആട്ടിയും തുപ്പിയും കത്തിച്ചും എന്തൊക്കെയാണ് നടത്തിക്കൂട്ടിയത്? എന്തൊരു ഉന്മാദമാണ് നടത്തിക്കൂട്ടിയത്? എല്ലാവരും അങ്ങ് ചേർന്ന് ആക്രമിക്കുകയായിരുന്നില്ലേ? ഏതായാലും അതിനെല്ലാം കൂടി അദ്ദേഹം പറഞ്ഞ ഈ മറുപടിയേക്കാൾ
നല്ലൊരു മറുപടിയില്ല. വീണ്ടും ആ പിച്ചി ചീന്തിയ മാധ്യമപ്രവർത്തകർ തന്നെ കോലും കൊണ്ട് ചെല്ലുകയാണ്. എന്തിന്? കുത്തിയിളക്കി എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കാം. താങ്കളെ പദവിയിലേക്ക് വന്നില്ല എന്നത് താങ്കളുടെ അനുയായികൾ കേരളത്തിൽ വലിയ വിഷമത്തിലാണ്. താങ്കളെ പദവിയിലേക്ക് വന്നില്ല എന്നത് ഞാൻ ഇന്നലെ ഇതെല്ലാം പറഞ്ഞെന്നില്ല നിങ്ങളോട്. ഇന്നലെ എന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെ ഉത്തരവാദിത്വം. അത് ശിരസാ വഹിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് ആ കാര്യമൊക്കെ തന്നെ ഇനി ചർച്ച ചെയ്യണ്ടേ. തിങ്കളാഴ്ച എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യോ? ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്? അല്ല, അത്തരം കാര്യങ്ങൾ നിയുക്ത മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റും ഇവിടെ ഉണ്ട്. അവരുടെ ആളുകളൊക്കെ ആയിട്ട് തീരുമാനിക്കും. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അന്നേരം അത്തരം കാര്യങ്ങൾ സംസാരിക്കാം. ACC ജനറൽ സെക്രട്ടറി എന്നുള്ള റോഡ് നിങ്ങൾക്ക് ഇതുവരെ ഒരുപാട് പിച്ച് ചീന്തിയില്ലേ? മതിയായില്ലേ? വലിയ ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ. പിച്ച് ചീന്താൻ പറ്റുന്ന മുഴുവൻ ചീന്തി കഴിഞ്ഞില്ലേ? വ്യക്തിപരമായി പിച്ച് ചീന്തി ചീന്താനിടത്ത ചീന്തി എടുത്തില്ലേ? ഇനിയും വേണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുക. സർക്കാരിന് നല്ല പിന്തുണ കൊടുക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാറുണ്ട്. ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോട്ടെ. You don't know about me, brother. Yesterday I told what was my utmost desire? Die as a congressman. എന്താ അവസാനം പറഞ്ഞത്? എൻ്റെ അറ്റ്മോസ്റ്റ് ഡിസയർ ഒരു കോൺഗ്രസ്സുകാരനായി പതാക പുതച്ച് മരിക്കുക എന്നുള്ളതാണ്. ഇത് വെറുതെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതല്ല. KC വേണുഗോപാലിനെ അറിയാവുന്നവർക്കറിയാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം. നോക്കൂ, ഇത്തരമൊരു തീരുമാനമെടുത്തപ്പോൾ ഡൽഹിയിലെ പല മാധ്യമങ്ങളും ഇതൊരവസരമാക്കിയെടുത്തു രാഹുൽ ഗാന്ധിയെ കുത്താൻ. അതായത് സ്വന്തം സംസ്ഥാനത്ത് ഭൂരിപക്ഷമുണ്ടായിട്ടും ഏറ്റവും വിശ്വസ്തനായ ആളിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയാതെ പോയ നിസ്സഹായനായ, കഴിവില്ലാത്തവനായ എന്നൊക്കെ പറഞ്ഞ് പല ആർട്ടിക്കിളും പ്രത്യക്ഷപ്പെട്ടപ്പോഴും ആ ആർട്ടിക്കിളുകൾക്കെതിരെ നിലപാടെടുത്ത് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളിൻ്റെ പേരാണ് KC. നിങ്ങളൊക്കെ പറയുമല്ലോ, ചിലരെ അക്കോമഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പോയത്, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പോയത്. ജ്യോതിരാദിത്യ സിന്ധ്യ അങ്ങനെ പോയി, കപിൽ സിബൽ ഇങ്ങനെ പോയി, മറ്റൊരു മുലാൻ നബി ആസാദ് അങ്ങനെ പോയി എന്നൊക്കെ പറയുന്ന ഒരു MP സ്ഥാനമോ അല്ലെങ്കിൽ മറ്റൊന്നോ കിട്ടാതെ പോകുമ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചിട്ടും വളരെ കൂളായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ KC വേണുഗോപാലിന് കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോയാൽ ഒരു പദവിയും കിട്ടില്ലെന്ന്? കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായി നാളെ വേണമെങ്കിൽ നാളെ കയറി ഇരുന്നൂടെ? ഒരു ചെറിയ വ്യത്യാസം. ഇവിടുത്തെ തോമസ് മാഷിനെ പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പലരും ഉണ്ടല്ലോ, അവരൊന്നും താരതമ്യം ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ പലർക്കും പറ്റൂലേ അപ്പുറത്ത് പോയിരിക്കാൻ? ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ പോയിരുന്ന് ഉള്ളി പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നാൽ തണുക്കും എന്ന് പറയിക്കാൻ KC വേണുഗോപാലിനാവൂലേ? പക്ഷേ അയാളത് ചെയ്യൂല. എന്താ കാരണം? അയാളുടെ പേര് KC വേണുഗോപാൽ എന്നാണ്. അതാണ് കാരണം. അതുമാത്രമാണ് കാരണം.